അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2006 നടന്ന നോയിഡ സീരിയൽ കില്ലർ കേസിനെ ബേസ് ചെയ്തുകൊണ്ട് ആദിത്യ നിംബൽക്കറുടെ ഡയറക്ഷനിൽ മെഡോക് ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് വിക്രാന്ത് മാസി, ദീപക് ഡോബ്രിയൽ എന്നിവർ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്ന നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഏറ്റവും പുതിയ സൈക്കോ ക്രൈം ത്രില്ലർ മൂവിയാണ് സെക്ടർ 36. നോയിഡക്കടുത്തുള്ള നിതാരി വില്ലേജിൽ ഫെബ്രുവരി 8, 2006 മുതൽ 25 ഒക്ടോബർ 2006 വരെയുള്ള സ്പാൻ ഓഫ് ടൈമിൽ സെക്ടർ 31-ൽ മനിന്ദർ സിംഗ് പന്തേർ എന്ന ബിസിനസ്മാന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന്റെ ജോലിക്കാരനായ സുരീന്ദർ കോഹ്ലി നടത്തിയ 19-ലധികം വരുന്ന കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തെയും പ്രതിപാദിക്കുന്ന സെക്ടർ 36 എന്ന വളരെയധികം ഡീറ്റെയിൽഡും റസ്റ്റിക്കുമായ മൂവിയെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ സ്ക്രിപ്റ്റ് റൈറ്ററായ ബോധയാൻ റോയ് ചൗധരി 100% വിജയിച്ചപ്പോൾ ആ സ്ക്രീൻ പ്ലേയെ വളരെ മികച്ച രീതിയിൽ സ്ക്രീനിലെത്തിക്കാൻ ഡയറക്ടറായ ആദിത്യ നിംബാൽക്കറിന് ഈസിയായി സാധിച്ച പോലെയാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ ഒട്ടും വൈകാതെ തന്നെ കോർ തീമിലേക്ക് പോകുന്ന സിനിമ ആ ഒരു പേസിംഗ് ഒരിടത്തും കുറയ്ക്കാതെ തന്നെ വളരെ എൻഗേജിംഗ് ആയി അവസാനിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിച്ച പോലെ എനിക്ക് തോന്നി. എന്നാൽ അതുവരെ ഉണ്ടാക്കിയ ഭീതിയേക്കാൾ സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻസ് തന്ന ഷോക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയാനകമായി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ കറക്റ്റായിരുന്ന എന്നാൽ സാഹചര്യങ്ങളിൽ നല്ല ബാധ പിന്തുടരുന്ന ഒരേ സമയം അച്ഛനും അതേസമയം സത്യം തെളിയിക്കാൻ തന്നാലാവുന്ന വിധം ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനായ പോലീസുമായ ഇൻസ്പെക്ടർ രാംചരൺ പാണ്ഡെ എന്ന വേഷം ദീപക് ഡോബ്രിയൽ വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഇതിനു മുന്നേ 12 ഫെയിൽ എന്ന മൂവിയിൽ എല്ലാതരം പ്രേക്ഷകരെയും ക്രിട്ടിക്സിനെയും മനസ്സ് നിറച്ച മനോജ് കുമാർ ശർമ്മയുടെ പോളാർ ഓപ്പോസിറ്റ് എന്നോണം സൈക്കോട്ടിക്കായ അബ്നോർമലായ എന്നാൽ ഒരേ സമയം ഇന്റിമിഡേറ്റിംഗ് ആയ പ്രേം സിംഗ് എന്ന കഥാപാത്രത്തെ മറ്റൊരാളെ പോലെയും കോപ്പി ചെയ്യാൻ ശ്രമിക്കാതെ തനതായ രീതിയിൽ തന്നെ ഗംഭീരമായി തന്നെ വിക്രാന്ത് മാസി പെർഫോം ചെയ്ത പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ദീപക് ഡോബ്രിയാലിന്റെ ക്യാരക്ടർ വിക്രാന്ത് മാസിയുടെ ക്യാരക്ടറിനെ ഇൻട്രോഗേറ്റ് 10-15 മിനിറ്റ് വരുന്ന സീക്വൻസിൽ അദ്ദേഹത്തിൽ നിന്നും എന്യമാകുന്ന ഭാവവ്യത്യാസങ്ങളും ഓരോ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ആനന്ദവും അതിലെ രോഷവും അദ്ദേഹത്തിന്റെ ചിന്താഗതികളും എല്ലാം വളരെ എഫേർട്ട്ലെസ് ആയി വിക്രാന്ത് സ്ക്രീനിലെത്തിച്ച പോലെ എനിക്ക് അഞ്ചാം പാതിര മൂവിയിലെ റിപ്പർ ചന്ദ്രൻ എന്ന കഥാപാത്രത്തിന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ എന്നോണം എനിക്ക് ആ സീനുകൾ വളരെയധികം ഭയാനകമായി തന്നെ അനുഭവപ്പെട്ടു. ഇവരെ കൂടാതെ ആകാശ് ഖുറാന, ദർശൻ ജരിവാല, ബഹറുൽ ഇസ്ലാം എന്നിവരും സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പോലെ എനിക്ക് അനുഭവപ്പെട്ടു. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ സൗരഭ് ഗോസ്വാമിയുടെ സിനിമാറ്റോഗ്രാഫിയും ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിങ്ങും എസ്പെഷ്യലി അശ്വിൻ ദിനേശിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റും സിനിമയ്ക്ക് ഒരു ഗോറി റോ വൈബ് നൽകുന്നതിൽ വളരെയധികം സഹായിച്ച പോലെ എനിക്ക് തോന്നി. സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള സോങ്സുകളെല്ലാം അൺവാണ്ടഡായി അനുഭവപ്പെട്ടു എന്നതൊഴിച്ചാൽ വളരെ റോ റിയൽ ആയിട്ടുള്ള സൈക്കോ ത്രില്ലർ പെർഫോമൻസ് ഓറിയന്റഡ് മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തുകൊണ്ടും കണ്ടു നോക്കാവുന്ന ഒരു കിടിലൻ മൂവി ആയിട്ടാണ് സെക്ടർ 36 എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. താല്പര്യമുള്ളവർ നെറ്റ്ഫ്ലിക്സിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.